Okay, നമ്മുടെ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പ്രൈസിംഗ് ആണ്. ഓപ്ഷൻ പ്രൈസിംഗ് എന്താ നിങ്ങൾക്കറിയാം? ഓപ്ഷന്റെ പ്രൈസ് തന്നെ. ദിസ് ഈസ് എ പ്രൈസ് ഈസ് എ സ്പ്ലിറ്റ് ഇൻടു ടു കോമ്പോണൻസ്. ഓപ്ഷൻ പ്രൈസിനുള്ള പ്രൈസിന് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർലൈയിങ് സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അണ്ടർലൈയിങ് സ്പോട്ട് പ്രൈസ്, ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസും അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോൺട്രാക്ട് ഫ്യൂച്ചറിൽ എൻട്രി ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്താണ് സ്ട്രൈക്ക് പ്രൈസ്. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് ദിസ് ഈസ് എ ഫേവർ ഓഫ് ദിസ് ഓപ്ഷൻ ഹോൾഡർ ഫോർ എ കോൾ ഓപ്ഷൻ, ദി ഓപ്ഷൻ ഈസ് ഇൻ ദി മണി ഇഫ് അണ്ടർലൈങ് സ്പോട്ട് പ്രൈസ് ഈസ് ഹയർ ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ്. ഇൻ ദി മണി ആണെങ്കിൽ ഹയർ ദാൻ ആയിരിക്കും സ്ട്രൈക്ക് പ്രൈസ്. ദെൻ ഇൻട്രിൻസിക് വാല്യൂ ഈസ് അണ്ടർലൈങ് value is the underlying price minus strike price. For a put option, the option is in the money if strike price is higher than the underlying spot price. Then the intrinsic value is the strike price minus the underlying spot price. Okay, otherwise the intrinsic value is 0. When call option case, the option is in the money if the option is in the money if underlying spot price is higher than strike price. Strike price nekayum koodudalana spot price engil strike higher than the strike price nekayum koodudalana spot price engil then the intrinsic value is the intrinsic value calculate cheyyunnathu underlying price minus strike price aayirikkum. Underlying price minus strike price aayirikkum. In put option de case il aanengil the option is the in the money aanengil if strike price higher than underlying spot price, then intrinsic value is the strike price minus strike price minus spot price. Otherwise intrinsic value is 0. Equation next parayunnundu. അപ്പോൾ intrinsic value എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർലൈങ് സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ്. കോൾ ഓപ്ഷന്റെ കേസിൽ അണ്ടർലൈങ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. പുട്ട് ഓപ്ഷന്റെ കേസിൽ അണ്ടർലൈങ് spot price minus strike price minus underlying spot price ആയിരിക്കും. Underlying price means spot price minus strike price ആയിരിക്കും. ഇവിടെ വരുമ്പോൾ തിരിച്ചാണ്, strike price minus spot price ആയിരിക്കും. Okay. Then option premium is the current market price of a option contract. Option contract in the current market price in the option premium is thus the income received by the seller of a option contract to another party. That income received in the money option premium are composed of two factors, and intrinsic and extrinsic value. Two values are in Dow. Option premium is the current market price of the option contract. Time value, നമ്മൾ പറഞ്ഞു രണ്ട് ഫാക്ടർ. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ടൈം വാല്യൂ. ദി ഓപ്ഷൻ പ്രീമിയം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇൻട്രിൻസിക് വാല്യൂ. ദി എക്സ്ട്രാ മണി ഈസ് ഫോർ ദി റിസ്ക് വിച്ച് ഈസ് ദി ഓപ്ഷൻ റൈറ്റർ സെല്ലർ ഈസ് അണ്ടർ. ദിസ് ഈസ് കോൾഡ് ദി ടൈം വാല്യൂ. അല്ലെ, നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ 10 രൂപയ്ക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്ത മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും 15. ഓപ്ഷൻ പ്രീമിയം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂവിലേറെ കൂടുതലായിരിക്കും ഓപ്ഷൻ പ്രീമിയം ചില സമയത്ത്. അപ്പം നമുക്ക് ആ എക്സ്ട്രാ ആയിട്ട് മണി കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മൾ കോൺട്രാക്ട് എൻട്രി ചെയ്തിട്ട് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അധികം ക്യാഷ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ, മാർക്കറ്റിൽ പൈസ കൂടുതലാണെങ്കിൽ. This is called the time value of a money. The time value is the amount of option trader is paying for a contract above its intrinsic value. Intrinsic value ന് മുകളിൽ ആയിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈം വാല്യൂ എന്ന് പറയുന്നത്. To the behalf that prior to expiration the contract value will increase because of favorable changes in price of underlying asset. The longer the length of time until the expiry of the greater the time value. Longer ആവുന്ന കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും ടൈം വാല്യൂ കൂടുന്നുണ്ടായിരുന്നു. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ. ഓപ്ഷൻ പ്രീമിയത്തിൽ നിന്ന് ഇൻട്രിൻസിക് വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കുറെ കാലം ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും
എന്തുണ്ടായിരിക്കും അഡീഷണൽ എമൗണ്ട്സ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ ആ ഹോൾഡ് ചെയ്യുന്നതിന് അല്ലെ നമുക്ക് ഫേവറബിൾ ആയിട്ട് മാർക്കറ്റ് പോകുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അഡീഷണൽ എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൈം വാല്യൂ എന്ന് പറയുന്നത് അതായത് നമ്മൾ നോർമലി നിങ്ങൾ FM ഒക്കെ പഠിച്ചപ്പോൾ ടൈം വാല്യൂ പഠിച്ചതാണ് അല്ലെ നമുക്ക് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചിലപ്പോൾ എന്തായിരിക്കും അഡീഷണൽ ആയിട്ട് എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ that's a time value ഓപ്ഷൻ ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് എൻ്റെ ക്ലിയർ അല്ല എന്ന് തോന്നുന്നു ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടേ ഉള്ളൂ പ്രീമിയം എന്ന് പറയുന്ന ടൈം വാല്യൂ പ്ലസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് then intrinsic value എന്ന് പറയുന്ന കോൾ ഓപ്ഷന്റെ കേസിൽ മാക്സിമം ഇൻറ്റു സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഇൻട്രിൻസിക് വാല്യൂ ഇൻപുട്ട് ഓപ്ഷന്റെ കേസിൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ആയിരിക്കും ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ടൈം വാല്യൂ ഈസ് മാർക്കറ്റ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി കോൺട്രാക്ട് ആയിരിക്കും ടൈം വാല്യൂ ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ്പയറിൽ ടൈം വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും Time value is maximum at the start of this contract. Contractന്റെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും മാക്സിമം തന്നെയായിരിക്കും ടൈം വാല്യൂ എന്ന് പറയുന്നത് ടൈം വാല്യൂ എന്ന ഇക്വേഷൻ ഞാൻ ഇതിന് മുമ്പിലത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് ടൈം വാല്യൂ ഈസ് ഈക്വൽ ടു പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് ടൈം വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക കറന്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് ഷെയർ 227.5 കോൾ ഓപ്ഷൻ ഈസ് അവൈലബിൾ അറ്റ് എ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് 25 ആണ് പുട്ട് ഓപ്ഷൻ അവൈലബിൾ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് 30 ആണ് ഫൈൻഡ് ഔട്ട് ദി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ബോത്ത് ദി ഓപ്ഷൻസ് ഇഫ് ദി ഓപ്ഷൻസ് ആർ അവൈലബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 4 ആൻഡ് 3 റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ഔട്ട് ദി ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ കോൾ ഓപ്ഷന്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് 27.50 മൈനസ് 25 അല്ലെ അപ്പൊ എത്ര വരും 2.50 ആണ് വരുന്നത് അല്ലെ ഡിഫറൻസ് ടൈം വാല്യൂ എന്ന് പറയുന്നത് പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് ടൈം വാല്യൂ എന്ന് പറയുന്നത് പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് പ്രീമിയം എത്രയൊക്കെയാണ് ആദ്യത്തേതിന്റെ 4 ആണ് 4 മൈനസ് ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 2.50 അല്ലെ അപ്പൊ നമുക്ക് എത്രയും 1.50 പുട്ട് ഓപ്ഷന്റെ കേസിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ് ആണ് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ് ആണ് വരുന്നത് ഈ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് ആട്ടോ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കല്ലേ അപ്പൊ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ് വരുന്നത് 30 മൈനസ് 27 എത്ര വരും 2.50 തന്നെയാണ് വരുന്നത് ടൈം വാല്യൂ എന്ന് പറയുന്നത് പ്രീമിയം ഓഫ് ഇൻട്രിൻസിക് വാല്യൂ പ്രീമിയം ആണ് ടൈം വാല്യൂ ഈസ് ഈക്വൽ ടു പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് പ്രീമിയം എത്രയാണ് വരുന്നത് 3.250 അല്ലെ രണ്ടും കൂടെ 3.50 ആണ് പ്രീമിയം വരുന്നത് ടൈം വാല്യൂ ഈസ് ഈക്വൽ ടു പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ് വരുന്നത് 3 പോയിന്റ് അല്ല 3 മൈനസ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 3 മൈനസ് 2.50 എത്ര വരും 0.50 ആണ് വരിക ടൈം വാല്യൂ എന്ന് പറയുന്നത് പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ പ്രീമിയം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പ്രീമിയം എത്രയൊക്കെയാണ് അവൈലബിൾ അതായത് ഇവിടെ ടൈം വാല്യൂ എത്രയായിരുന്നു കിട്ടിയത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4 മൈനസ് 2.5 1.50 കിട്ടി പ്രീമിയം എന്ന് പറയുന്നത് then intrinsic value then premium നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കേട്ടോ then ഇവിടെ വരുമ്പോൾ 3 മൈനസ് 2.50 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യും പുട്ട് ഓപ്ഷൻ 0.50 ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് നോക്കുക ടൈം വാല്യൂ എന്താണെന്ന് നോക്കുക then അതിന് ശേഷം അതിൻ്റെ കാൽക്കുലേഷൻ ആണ് പറയുന്നത് നെക്സ്റ്റ് Share Ashoka Limited are selling at 3,000. Following options are available for 1 month of duration ആണ് available. Strike price, premium, strike price, put option day, call option day, strike price premium നമുക്ക് തന്നിട്ടുണ്ട്. Find out the intrinsic value and time value of call and put option രണ്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എഴുതി 2,900, 3,000, 3,100. പ്രീമിയം എന്ന് പറയുന്നത് 120, 35, 5 call option then S minus E എന്ന് പറയുമ്പോൾ എത്ര വരും 100 അല്ലേ 100
0 0. അതായത് എസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 3000 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എത്ര വരും? 2900 അല്ലെ? 3000 മൈനസ് 2900 എത്ര വരും? 1000. 3000 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0 0 തന്നെയാണ് വരുന്നത്. അടുത്തത് ടൈം വാല്യൂ, പ്രീമിയം മൈനസ് IV. പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ്. ഇൻട്രിൻസിക് വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 120 മൈനസ് 100 0. 35 മൈനസ് 35 എത്ര വരും? 35 മൈനസ് 0 35. 5 മൈനസ് 0 5 തന്നെയാണ് വരിക. അടുത്തത് നമ്മൾ ചെയ്യണം. മറ്റേത് ചെയ്യുമ്പോൾ പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷന്റെ കേസിൽ എന്താണ് വരുന്നത്? ഇ മൈനസ് എസ് ആണ് വരിക. ഇ മൈനസ് എസ് എന്ന് പറയുമ്പോൾ 3100 അല്ലെ? 3000 മൈനസ് 100 3000 മൈനസ് 3100 എത്ര വരും? 100. ദെൻ 3000 2000 ദെൻ എത്ര വരും? 0 0. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മറന്നുപോയി. 3100 എങ്ങനെയാണ് ഇവിടെ 0 വന്നതെന്നുള്ളത്. അതായത് മൈനസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ 0 ആയിട്ടാണ് എപ്പോഴും എടുക്കുക. മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഇപ്പം 2900 ഇവിടെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഇവിടെ വരുമ്പോൾ നോക്കുക 3000 മൈനസ് 3000. പിന്നെ ഇവിടെ വരുമ്പോൾ 2900 മൈനസ് 3000 ആണ് വരുന്നത്. അപ്പൊ എന്താണ് വരുന്നത്? മൈനസ് ആണ് വരിക അല്ലെ? മൈനസ് വരുമ്പോൾ നമ്മൾ ഈ വാല്യൂ 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇവിടെ പറയാൻ പറഞ്ഞത് 3100 മൈനസ് അല്ല, ഇവിടെ 3000 മൈനസ് 3100 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? മൈനസ് 100 ആണ് വരുന്നത്. അങ്ങനെ വരുന്നാൽ നിങ്ങൾ ഇൻട്രിൻസിക് വാല്യൂ എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഇവിടെ ഉണ്ട് എക്സ്പ്ലെയിൻ മേ ബി നോട്ട് ദാറ്റ് ഈ ഓപ്ഷൻ ഈസ് ഔട്ട് ഓഫ് മണി ആണ് വരുന്നതെങ്കിൽ ഇൻട്രിൻസിക് ഔട്ട് ഓഫ് മണി വന്നു കഴിഞ്ഞാൽ എന്താണ്? 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് പുട്ട് കോൾ പാരിറ്റി സിംപ്ലി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. നോക്കുക, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കാളിന്റെയും യൂറോപ്യൻ പുട്ടിന്റെയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് യൂറോപ്യൻ കോള് വിത്ത് സെർട്ടൺ എക്സർസൈസ് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഈക്വൽ ആയിരിക്കും യൂറോപ്യൻ പുട്ട് എന്നാണ് പറയുന്നത്. State that the value of European calls with a certain exercise price and expiry date is equal to the value of European put with the same exercise price and expiry date. അതായത് പുട്ട് ഓപ്ഷന്റെയും കോൾ ഓപ്ഷന്റെയും യൂറോപ്യൻ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷന്റെയും എൻഡ് എഫക്ട് എന്ന് പറയുന്നത്, അതായത് രണ്ടും സെയിം എക്സ്പയറി ഡേറ്റും സെയിം, ഒന്ന് പർച്ചേസ് ഒന്ന് സെയിൽ എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി ചെയ്യുന്നത് അല്ലെ? നേരെ ഓപ്പോസിറ്റ് രീതി. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ ടോട്ടൽ എഫക്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്, പ്രൈസിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ഒരേ വാല്യൂവിലും ഓരോ പ്രൈസിലും ഉള്ള എക്സ്പയറി ഡേറ്റിലും ഉള്ള യൂറോപ്യൻ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷന്റെയും എക്സ്പയറി ഡേറ്റ് സെയിം ആണെങ്കിൽ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് യൂറോപ്യൻ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, പുട്ട് കോൾ പാരിറ്റി റിലേറ്റ്സ് സേസ് ദാറ്റ് there is no arbitrage between value of European call and put option. അതായത് യൂറോപ്യൻ പുട്ട് ഓപ്ഷന്റെയും കോൾ ഓപ്ഷന്റെയും ഇടയിൽ ഒരു ആർബിട്രേജിനുള്ള ഓപ്ഷൻ ഇല്ല. സെയിം സ്ട്രൈക്ക് പ്രൈസും സെയിം എക്സ്പയറി ഡേറ്റും ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്നിട്ട് വലിയ എന്താ പറയുന്ന പ്രോഫിറ്റ് എന്താ പറയുന്ന അതിന്റെ പുട്ട് ഓപ്ഷൻ ഞാൻ വാങ്ങിയാലും അതിന് പോയിട്ട് കോൾ ഓപ്ഷൻ വാങ്ങിയാലും ആണെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്ട് സെയിം രീതിയിലുള്ള പ്രൈസും എക്സ്പയറി ഡേറ്റും ആണെങ്കിൽ ടോട്ടലി വരുന്ന എഫക്ട്, അതായത് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. പുട്ട് ഓപ്ഷൻ കോൾ പാരിറ്റി ഈസ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ ഓൺ ദി സെയിം അണ്ടർലൈയിങ് വിത്ത് ദി ഐഡന്റിറ്റിക്കൽ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് എക്സ്പയറി ആണ്. അതായത് സെയിം പ്രൈസും ആയിരിക്കണം, എക്സ്പയറി ഡേറ്റും ആയിരിക്കണം. അതാണ് അത്രേ ഉള്ളൂ. ഇറ്റ് എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പുട്ട് കോൾ സ്ട്രൈക്ക് പ്രൈസ് ബോണ്ട് പ്രൈസ്
Put call parity relation was first identified by Hannah Stoll in 1969 ആണ് put call parity relationship ഇതാണ് പറയുന്നത്. C plus PV into E is equal to P plus S ആയിരിക്കും. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക? C കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കോൾ ഓപ്ഷൻ ആയിരിക്കും. PE എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് സ്ട്രൈക്ക് പ്രൈസ് E ആയിരിക്കും. ഡിസ്കൗണ്ടഡ് ഫ്രം ദി എക്സ്പിറേഷൻ ഡേറ്റ് അറ്റ് എ സ്യൂട്ടബിൾ റിസ്ക് റേറ്റ്. അതായത് നമ്മൾ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് E⁻RT എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. R is equal to rate of interest continually compounded ആയിരിക്കും. T എന്ന് പറഞ്ഞാൽ ടൈം ഫോർ എക്സ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. Okay, thus E⁻RT എന്ന് പറയുന്നത് represent present value as certain percent of interest, that is discounted portion of interested for time exit. P എന്ന് പറയുന്നത് current market price of a put ആയിരിക്കും. S എന്ന് പറയുന്നത് current market value of underlying asset ആയിരിക്കും. അതായത് C plus PV into E is equal to P plus S ആയിരിക്കും. കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും വരുന്ന ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. The above equation stated value of European with the exercise price നമുക്കൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് പോർട്ട്ഫോളിയോ എ, ദി ഡെപ്പോസിറ്റ് വിൽ മെച്യൂർ ആൻഡ് ഹോൾഡർ വിൽ ഹാവ് rupees E ആണ്. ഇഫ് ദി സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ST ഗ്രേറ്റർ ദാൻ E ആണെങ്കിൽ ഹി വിൽ എക്സർസൈസ് ദി കോൾ യൂസിംഗ് ദി ഡെപ്പോസിറ്റ് പ്രൊസീഡ് ഓഫ് എ rupees E ആയിരിക്കും. ഇൻ എ റിട്ടേൺ ഹി വിൽ റിസീവ് എ ഷെയർ ദാറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ST ആയിരിക്കും നിലനിൽക്കുന്നത്. അതായത് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ST ഗ്രേറ്റർ ദാൻ E ആയിരിക്കും അല്ലെ. ഇനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ ഹി വിൽ എക്സർസൈസ് ദി കോൾ യൂസിംഗ് ദി ഡെപ്പോസിറ്റ് പ്രൊസീഡ് ഓഫ് എ rupees E ആയിരിക്കും. ഇൻ റിട്ടേൺ ഹി വിൽ റിസീവ് എ ഷെയർ ദാറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ് പ്രൈസ് ഫോർ എ ST ആയിരിക്കും. If ST less than E ആണ് വരുന്നതെങ്കിൽ he will allow the option to expire and he will be left with the deposit proceeds of rupees E ആയിരിക്കും. Thus at time T portfolio will be worth ST or E whichever is higher ആയിരിക്കും. ഇതാണ് നമ്മൾ താഴെ ഞാൻ ഇക്വേഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പോർട്ട്ഫോളിയോ A is equal to maximum ST E ആയിരിക്കും. പോർട്ട്ഫോളിയോ B at time T. അപ്പോൾ ഇവിടെ നോക്കുക, സ്ട്രൈക്ക് പ്രൈസ് ST ഗ്രേറ്റർ ദാൻ E ആണെങ്കിൽ, ഈനെ കഴിഞ്ഞും കൂടുതലാണ് വരുന്നതെങ്കിൽ ഹി എക്സർസൈസ് ദി കോൾ യൂസിങ് ഡെപ്പോസിറ്റ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സർസൈസ് ചെയ്യും. അതായത് അത് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഇത് നടപ്പിലാക്കുന്നുണ്ടായിരിക്കും ഓഫ് rupees E. Thus the time T portfolio will be worth ST ആയിരിക്കും or E whichever is higher. ഏതാണോ കൂടുതലായിട്ടുള്ളത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ST ആണോ E ആണോ കൂടുതലായിട്ടുള്ളത് അതായത് ഈ ഇത് ST ലെസ് ദാൻ E ആണ് വരുന്നതെങ്കിൽ, ST കുറവും E ആണ് കൂടുതലും എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും ആണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ മുന്നോട്ട് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഏതാണോ ആ പ്രൈസ് ആയിരിക്കും. അതായത് മാർക്കറ്റ് പ്രൈസിനല്ലേ നമ്മൾ വിൽക്കുക, നമുക്ക് അത് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മാക്സിമം ഏതാണോ അതായിരിക്കും നിങ്ങൾ ഇതിൽ ഓപ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ട് വരുന്നത് അതായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഓഫ് ST ലെസ് ദാൻ ആണ് ST ഗ്രേറ്റർ ദാൻ E ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? allow the option to expire. നമ്മൾ ആ ഓപ്ഷൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് നിലനിർത്തും, അത് കണ്ടിന്യൂ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രൈസിന് നിങ്ങൾ എന്ത് ചെയ്യും? വിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിച്ച് മിനിമം ആയിരിക്കും ഇൻ കേസ് ഓഫ് എ പോർട്ട്ഫോളിയോ ബിന്റെ കേസിൽ വരിക. പോർട്ട്ഫോളിയോ എയും ബിയും എന്താണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ 190 പേജിലുണ്ട് കേട്ടോ. പോർട്ട്ഫോളിയോ എയും പോർട്ട്ഫോളിയോ ബിയിലും വരുന്നത്. പോർട്ട്ഫോളിയോ എ എന്ന് പറയുന്നത് കോൾ ഓപ്ഷനും പോർട്ട്ഫോളിയോ ബി എന്ന് പറയുന്ന പുട്ട് ഓപ്ഷനുമാണ്. അത് വായിച്ച് നോക്കിയിട്ട് വേണം ഈ ഒരു എക്സാമ്പിൾ നോക്കാനായിട്ട്. ഓക്കെ. Therefore, irrespective of the share price, the two portfolio have the same internal terminal value. After effect വരുമ്പോൾ രണ്ടിന്റെയും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവൻ പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ഇവൻ കോൾ ഓപ്ഷൻ ആണെങ്കിലും, എന്റെ പുട്ട് ഓപ്ഷൻ ഓയിന്റെ കേസിൽ കോൾ ഓപ്ഷൻ ആണ്. അപ്പൊ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അതാണ് പറയുന്നത്. കോൾ ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൈസ് കൂടിയത്. പുട്ട് ഓപ്ഷനിലാണ് നിങ്ങൾ മിനിമം ആയിരിക്കും. ഏതാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കും എടുക്കുക.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, തിയറട്ടിക്കലി പറഞ്ഞതിന് നമ്മളൊരു എന്താ ഇക്വേഷൻ മോഡൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ എ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പോർട്ട്ഫോളിയോ എ എന്ന് പറയുന്ന കോൾ ഓപ്ഷനാണ് വരുന്നത്. കോൾ ഓപ്ഷനാണ് പോർട്ട്ഫോളിയോ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അറ്റ് ടിയിൽ ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഷോർട്ട് ടൈം ആയതുകൊണ്ട് എന്തില്ല, ടൈം വാല്യൂ ഇല്ല, കുറച്ച് കാലത്തുള്ളൂ, കറണ്ട് വാല്യൂ തന്നെയുള്ളൂ. ദെൻ സ്റ്റോക്ക് പ്രൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇയിലേറെ കുറവാണ്, നമ്മുടെ എക്സർസൈസ് പ്രൈസിലേറെ കുറവാണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും 1/1 കോൾ ഓപ്ഷൻ വാങ്ങി ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ ആയിരിക്കും. അതായത് നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നതും ഇ തന്നെയായിരിക്കും. അതായത് സ്റ്റോക്ക് പ്രൈസ് കുറവാണ്, എക്സർസൈസ് പ്രൈസ് കൂടുതലുമാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഈ മാർക്കറ്റിലെ പ്രൈസ് കുറവാണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ 250 രൂപേൻ്റെ ഷെയർ നിങ്ങൾ 300 രൂപയ്ക്കാണ് കിട്ടും, മാർക്കറ്റ് എക്സർസൈസ് ചെയ്ത് 300 രൂപയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇ എന്ന് പറയുന്ന എക്സർസൈസ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഇ ആയിരിക്കും. ഇനി നേരെ തിരിച്ചു വരുന്ന സമയം എസ് ടി ഗ്രേറ്റർ ദാൻ ഇ ആണ്. എസ് ടി കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിത് എന്താണ് സ്റ്റോക്ക് പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കുക, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിനിപ്പോൾ അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടുതലാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് പ്രൈസിൽ എക്സർസൈസ് ചെയ്ത പ്രൈസിലേറെ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, എസ് ടി മൈനസ് ഇ ആണ് ബൈ ചെയ്യാനായിട്ട്. ദെൻ ഇ എന്ന് പറയുന്നതാണ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യില്ല, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ സ്റ്റോക്ക് പ്രൈസ് അതേ വില കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലാഭം ഏതാണ്, എസ് ടി ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നിങ്ങൾ എസ് ടി തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യുക, നിങ്ങൾക്ക് ആ പ്രൈസ് തന്നെയായിരിക്കും ലാഭം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നിങ്ങൾ അതായിരിക്കും ഹോൾഡ് ചെയ്ത്, അതായത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യില്ല, അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എസ് ടി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും, സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ ഫേവറബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ പുട്ട് ഓപ്ഷൻ വരുന്ന സമയത്തും ചെയ്യുന്നത്. നിങ്ങൾ ബി എന്ന് പറയുന്ന പുട്ട് ഓപ്ഷനാണ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടി എന്ന് പറയുന്നത് 0 ആണ്, അതായത് കുറഞ്ഞ കാലത്തേക്കാണ് വരുന്നുള്ളൂ. ടി എന്ന് പറയുന്ന ടൈം വാല്യൂ ആണ് വരുന്നത്. ദെൻ ബൈ 1 ഷെയർ നമ്മൾ വാങ്ങുന്നു, എസ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഇ മൈനസ് എസ് ടി കൊടുത്തിട്ട് ബൈ 1 പുട്ട്, ടോട്ടൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ തന്നെ ആയിരിക്കും. ദെൻ എസ് ടി ഗ്രേറ്റർ ദാൻ ഇ വരുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യില്ല, നിങ്ങൾ എസ് ടി തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യുക. സോ ഫാർ ആസ് വി അസ്യൂം ദ ഓപ്ഷൻ വി ഹാവ് ഡീലിംഗ് വിത്ത് ആർ ഓപ്ഷൻ ഓൺ എ സ്റ്റോക്ക് ദാറ്റ് ഡസ് നോട്ട് പേ എനി ഡിവിഡൻഡ്, വി മേ നൗ കൺസിഡർ ക്വസ്റ്റ്യൻ ഓഫ് ഡിവിഡൻഡ്. കൺസിഡർ വി ഹാവ് ടു പോർട്ട്ഫോളിയോ. ഇനി ഡിവിഡൻഡിൻ്റെ കേസാണ് നിങ്ങളുടെ അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഡിവിഡൻഡോടെ വരുമ്പോൾ ലോങ് ടൈം ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും, നമുക്ക് ഡിവിഡൻഡിൻ്റെ ഒരു സിറ്റുവേഷനോടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ പറയുമ്പോൾ ഒരു ഡിയും കൂടെ എക്സ്ട്രാ കാണുന്നു. ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ലോങ് ടൈം ആണ് നമ്മുടെ സ്റ്റോക്ക്, ലോങ് പുട്ടാണ്, കുറേ കാലത്തേക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡിവിഡൻഡും കൂടെ കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെ, കമ്പനിയിൽ നിന്ന്. ആ ഒരു കേസും കൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തും ഉണ്ടായിരിക്കും, ഡിവിഡൻഡും കൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെ എസ് ടിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിവിഡൻഡും കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. രണ്ട് കേസിലും ഡിവിഡൻഡും കിട്ടും. ദാറ്റ്സ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻ വിത്ത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഉള്ള സമയത്ത്, അതായത് ലോങ് ടൈം ആണ് നമ്മുടെ ഇതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സി പ്ലസ് പി വി ഇൻറ്റു ഇ പ്ലസ് പി വി ഇൻറ്റു ഡി. ഡിവിഡൻഡും കൂടെ ഇവിടെ അഡീഷണൽ വരും, ഈക്വൽ ടു പി പ്ലസ് എസ് ആയിരിക്കും. ഇവിടെ ഒരു ഡിവിഡൻഡും കൂടെ വരുന്നുണ്ടായിരിക്കും. പി വി റേഷ്യോ ഇൻറ്റു പി വി ഇൻറ്റു ഡി ആണ് ഇത്. ഹിയർ പി വി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് എ ഡിവിഡൻഡ് ആയിരിക്കും. പി വി ഡി മേ ബി കാൽക്കുലേറ്റഡ് ആസ് ബിലോ ആണ്. ഡി റേസ് ടു മൈനസ് ആർ ടി ആണ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്റെ വാല്യൂ എപ്പോഴും ഇതായിരിക്കും എടുക്കുക 2.7183. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എക്സ്പോഷണൽ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. ടി എന്ന് പറയുന്നത് ടൈം റെസിപ്റ്റ് ഓഫ് എ ഡിവിഡൻഡ് ആയിരിക്കും. ഫ്രം ദി അബോവ് വി കാൽക്കുലേറ്റ് കോൾ പ്രൈസ്. സി ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ് മൈനസ്. നമുക്ക് കോൾ പ്രൈസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം നമുക്ക് കോൾ പ്രൈസ് ആണ് വേണ്ടെങ്കിൽ ഈ സി എടുക്കുക. സി ഈസ് ഈക്വൽ ടു ബാക്കി എന്ത് വരുന്നു? പി പ്ലസ് എസ് മൈനസ് ഇത് ഇത്രയും സംഭവം എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലോട്ട് പോകും. അപ്പം പി പ്ലസ് മൈനസ് പി ബി ഇ ഇൻറ്റു മൈനസ് പി മൈനസ് ഡി വരും. സി ഈസ് ഈക്വൽ ടു വേർ സി ഈസ് ഈക്വൽ ടു കോൾ പ്രൈസ് ആണ് വരുന്നത്. പി ഈസ് ഈക്വൽ ടു പുട്ട് പ്രൈസ് ആണ് വരുന്നത്. പി എന്ന് പറയുന്ന പുട്ട് പ്രൈസ് ആണ്. നമുക്ക് എസ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്രൈസ് ആണ്. പി ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ്. ഡി എന്ന് പറയുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ സീനെ നമ്മൾ ഇവിടെ നിലനിർത്തി സി പ്രൈസ് കോൾ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് calculation of a put option price and call option price from the put call parity relationship. നമ്മളിപ്പോൾ പഠിച്ച put call parity relationship, that means C plus PV into E plus is equal to P plus S എന്നുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് put optionന്റെ പ്രൈസും call optionന്റെ പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷന്റെ പ്രൈസും കോൾ ഓപ്ഷന്റെ പ്രൈസും എങ്ങനെ ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്ന് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ അത്ര ക്ലിയർ ആക്കിയിട്ടില്ല. സോ നോക്കുക, ഇവിടെ നോക്കുക. നിങ്ങളോട് പി ഈസ് ഈക്വൽ ടു ഇത് വെച്ചിട്ട് നമുക്ക് പിയും സിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഡിവിഡൻഡ് ഇല്ലാത്ത മോഡലാട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു സി പ്ലസ് പി ആണെങ്കിൽ ഈ പിനെ ഇവിടെ നിർത്തിയാൽ മതി. പി ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ എസിനെ അപ്പുറത്തെ സൈഡിലോട്ട് പോയതാ, എസ് മാത്രം അപ്പുറം വന്നാൽ മതി. ഇനി സി ആണ് വേണമെങ്കിൽ ഈ സിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഈ പിനെ എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, പി പ്ലസ് എസ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 155 ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. ദി വൊളാറ്റിലിറ്റി ഓഫ് ഷെയർ ഈസ് മെഷർഡ് അറ്റ് 20%. അപ്പോൾ 20% ആണ് വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. അതായത് ആർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്വേഷനിലെ ഈ ആർ എന്ന് പറയുന്നതാണ് 8% എന്ന് പറയുന്നത്. ദെയർ ഈസ് എ കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ ഓൺ ദി ഷെയർ. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട്, രണ്ടും നമ്മൾ കാൽക്കുലേറ്റ്. ടൈം ടു എക്സ്പിറേഷൻ ഈസ് എ 6 months ആണ്. ടി എന്ന് പറയുന്നത് 6 months ആണ് നമുക്ക് തന്നിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എസ് തന്നിട്ടുണ്ട് 155. സി എന്ന് പറയുന്നത് എത്രയാണ്? ദെൻ ബാക്കി കോൾ ഓപ്ഷൻ പ്രൈസ് യൂസിങ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻ. കോൾ പ്രൈസ് ഈസ് എ 12 ആവുന്നു. കോൾ പ്രൈസ് എന്ന് പറയുന്നത് 12 ആണ്. സി ഈസ് ഈക്വൽ ടു 12 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? പുട്ട് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. പി ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്കിവിടെ സി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്ത് വരും? P is equal to C plus എന്ത് വരും? സി പ്ലസ് ഇ റേസ് ടു ആർ ടി മൈനസ് എസ് വരും. അപ്പോൾ സി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സി പ്ലസ് സി എന്ന് പറയുന്നത് 12 പ്ലസ് 150 അല്ലേ? ഇ എന്ന് പറയുന്നത് എത്ര? ഇ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എത്രയാണ്? സോറി, ഇ ആണ്. ഇ എത്രയാണ്? 150 ആണ്. അതായത് എക്സർസൈസ് പ്രൈസ് വിത്ത് എക്സർസൈസ് 6 months വിത്ത് എക്സർസൈസ് പ്രൈസ്. അതായത് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ 150 ആണ്. അപ്പോൾ എത്ര വരും? 150 റേസ് ടു, അതായത് ഇ എന്ന് പറയുന്നത് 150 റേസ് ഇ റേസ് ടു മൈനസ് എത്രയാണ് വരുന്നത്? 2.7. അതായത് ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7183 ആണ് നമ്മൾ എടുക്കുക അല്ലേ? ആണ് നമ്മൾ ഇന്റെ വാല്യൂ. അപ്പോൾ 2.7183 റേസ് ടു, അതായത് ഇ റേസ് ടു ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. ഇൻറ്റു ഇവിടെ ഇപ്പോൾ ഇ കൊടുക്കുക, ഇ റേസ് ടു വരുമ്പോൾ ഇത് എത്രയാണ്? 0.
R എന്ന് പറയുന്നത് 8%. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ 0.08 ഇൻറ്റു 6/12 6 മാസത്തേന്, അത് ഒരു വർഷത്തേനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 6/12 അത് മൈനസ് 155. ഇനി ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം. ഇത് ചെറുതാക്കുമ്പോൾ എങ്ങനെ കിട്ടും? -0.04 എന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഇന്റെ വാല്യൂ എടുക്കുക. എന്ന് പറഞ്ഞാൽ 2.7183 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ P ഈസ് ഈക്വൽ ടു 12 + 150 ഇൻറ്റു 0. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ ഈ -155 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ 1.12 ആയിരിക്കും. 1.12 ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. P എന്ന് പറയുന്നത് 1.12 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് പുട്ട് ഓപ്ഷൻ കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ എന്താ പറയുക, ഇക്വേഷൻ മോഡൽ വന്നിട്ട് അതിൻ്റെ ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കുക.